Hi, this is Ruth from Tiju'S Academy and I am back with yet another video on reading tips. So let's watch the video. As we all know, reading the three parts undu. Part A, Part B and Part C. So let's start with Part A. Part A ki 20 questions undu, 1 to 7, 8 to 14 and 15 to 20. 15 to 20 is fill in the blanks, 8 to 14 is name the following and 1 to 7 is name the text. So basically students start ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ അവർ fill in the blanks എന്ന് start ചെയ്യും അല്ലെങ്കിൽ name the following എന്ന് start ചെയ്യും. They say that they are comfortable by doing that. But it is a good manner, but I would say that in order to do the fill in the blanks or name the following, നമുക്ക് ആർട്ടിക്കിളിനെ കുറിച്ച് deep knowledge വേണ്ടി വരും. Recently, reading part A, ഇച്ചിരി കൂടി പാരഫ്രേസിംഗ് ആയിട്ടാണ് വരുന്നത് കൊണ്ട് within 15 minutes ആൻസർ കണ്ടുപിടിക്കാൻ പാടായിരിക്കും. So a good way is to start from the beginning. 1 to 7, 8 to 14 and 15 to 20. Here, when we do 1 to 7, നമുക്ക് intense read ചെയ്യേണ്ട ആവശ്യമില്ല. We read the question and we then go read the article. അവിടെ നമുക്ക് just ഒരു keyword കിട്ടിയാൽ we are able to find the text and we gonna write the text. So it is not that much of time consuming. So നമ്മൾ അങ്ങനെ വായിച്ചു വരുമ്പോൾ we get an idea about the article and once we reach the fill in the blanks, we know where the questions are, we know what that article is talking about. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഐഡിയ കിട്ടുന്നത് കൊണ്ട് നമുക്ക് fill in the blanks നന്നായിട്ട് ചെയ്യാൻ പറ്റും. One more tip about reading part A is you only have 15 minutes. ആ 15 minutes നമുക്ക് strategically ഉപയോഗിക്കണം. So instead of reading 2 to 3 minutes in the first place, what you can do is ചോദ്യം വായിക്കുക എന്നിട്ട് വന്ന് റീഡ് ചെയ്യുക. So at the same time നമ്മൾ ചോദ്യം മനസ്സിലാക്കുന്നുണ്ട് റീഡിങ്ങും ചെയ്യുന്നുണ്ട്. So now let's move to part B and C. ഇവിടെ സ്റ്റുഡൻസ് കോമൺലി വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവർ ആദ്യം ചോദ്യം വായിക്കും എന്നിട്ട് 3 പോയിന്റ്സ് വായിക്കും എന്നിട്ടാണ് അവർ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ആ പാരഗ്രാഫ് വായിക്കുന്നത്. സോ ഇവിടെ അവർ ആ ചോദ്യത്തിന്റെ ആൻസർ ആണ് തപ്പുന്നത് അല്ലെങ്കിൽ ആ 3 പോയിന്റ്സിലെ കീവേഡ്സ് ഒക്കെയാണ് തപ്പിപ്പോകുന്നത്. സോ ഇവിടെ നമ്മൾ ആർട്ടിക്കിൾ മനസ്സിലാക്കുന്നില്ല, പാരഗ്രാഫ് മനസ്സിലാവുന്നില്ല. സോ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടത്തില്ല. സോ ഇവിടെ എന്ത് ചെയ്യാം? ചോദ്യം വായിക്കുക, ബട്ട് ചോദ്യത്തിന്റെ ആൻസർ അല്ലെങ്കിൽ ആ ചോദ്യത്തിന്റെ കീവേഡ്സ് തപ്പി പോകരുത്. റീഡ് ദി ആർട്ടിക്കൽ പാരഗ്രാഫ് വിത്ത് എ പർപ്പസ്. ഒരു പർപ്പസോടെ വായിക്കുക. എന്താണ് ഓഥർ കൺവേ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ഓഥർ പറയുന്നത്, ഓഥറിന്റെ പെർസ്പെക്റ്റീവ് എന്താണ്, ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് നമ്മൾ പാരഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കിയാൽ ഗോ ആൻഡ് റീഡ് ദ ക്വസ്റ്റ്യൻ. ചോദ്യം ആരെക്കുറിച്ച് ചോദിക്കുന്നു, പർട്ടിക്കുലർലി ആരെക്കുറിച്ചാണ് ചോദ്യം പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആൻസർ എന്ന് നമ്മൾ ഊഹിക്കണം. എന്നോട് ഒരു വട്ടം നമ്മൾ ഊഹിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് ആ 3 പോയിന്റ്സ് വായിക്കുമ്പോൾ നമ്മുടെ ആൻസർ അവിടെ ഉണ്ടോ എന്ന് തപ്പുകയാണെങ്കിൽ നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. പ്ലസ് 3 പോയിന്റ്സിൽ അല്ലെങ്കിൽ 4 പോയിന്റ്സിൽ 2 പോയിന്റ്സ് അല്ലെങ്കിൽ 3 പോയിന്റ്സ് തെറ്റായിരിക്കും. വി ഹാവ് ഓൺലി 1 ആൻസർ. ആ ഒരു ആൻസർ ആണ് നമ്മൾ തപ്പേണ്ടത്. അപ്പോൾ ആ 2 പോയിന്റിൽ എന്താണ് തെറ്റ് അല്ലെങ്കിൽ ആ 3 പോയിന്റിൽ എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ നമുക്ക് ആൻസർ കിട്ടും. One more tip about reading is ബേസിക്കലി സ്റ്റുഡൻസ് പറയുന്ന ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇനഫ് ടൈം കിട്ടുന്നില്ല. പാർട്ട് ബി ചെയ്ത് പാർട്ട് സിയിലോട്ട് വരുമ്പോൾ അവർക്ക് ടൈം കിട്ടിയില്ല അല്ലെങ്കിൽ അവർക്ക് വായിക്കാൻ സമയം കിട്ടുന്നില്ല. സോ ഹിയർ വാട്ട് യു ക്യാൻ ഡു, നിങ്ങൾ ടൈമിനെ ഡിവൈഡ് ചെയ്യുക. പാർട്ട് ബിക്ക് യു ഗിവ് 12 മിനിറ്റ്സ്. പാർട്ട് സിയിൽ 2 ടെക്സ്റ്റ് ഉള്ളത് കൊണ്ട് യു ഹാവ് 33 മിനിറ്റ്സ്. സോ വാട്ട് യു ക്യാൻ ഡു ഇസ് ഡിവൈഡ് ദ ടൈം. 16 മിനിറ്റ്സ് ഫോർ പാർട്ട് ടെക്സ്റ്റ് 1 ആൻഡ് 16 മിനിറ്റ്സ് ഫോർ പാർട്ട് സി ടെക്സ്റ്റ് 2. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാ പാർട്ടിനും അതിൻ്റെതായ സമയം കൊടുക്കാൻ പറ്റും. വൺ ലാസ്റ്റ് ടിപ്പ് ഓൺ റീഡിങ് ഈസ് റീഡ് വിത്ത് എ പർപ്പസ്. ഒരു പർപ്പസോടെ റീഡ് ചെയ്യുക. ഒരിക്കലും എക്സാം കിട്ടണം അല്ലെങ്കിൽ OET പാസ് ആവണം എന്നൊരു പർപ്പസോടെ അല്ല. ഐ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദി ആർട്ടിക്കിൾ, എനിക്ക് പാരഗ്രാഫ് മനസ്സിലാവണം എന്ന ഒരു പർപ്പസോടെ റീഡ് ചെയ്യുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദി ഓഥേഴ്സ് പെർസ്പെക്റ്റീവ്. So today we have talked about some basic tips on part A, B and C on reading. And I believe that you will use these tips while you're doing your reading. And please keep on practicing because practice makes a man perfect.